എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ സൺഡേ ആയി അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് നോക്കാം? ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുമായിട്ട് റിലേഷനിൽ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാവിയിലുള്ള ഇൻറ്റൻഷൻ എന്താണ്? ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകാനാണോ? ശബ്ദം ഇപ്പോഴും ശരിയായിട്ടില്ല. മരുന്ന് കഴിച്ച് വയ്യാതായി, ശരിയാവുന്നില്ല അങ്ങോട്ട്. എന്നാൽ അങ്ങനെ വോയിസ് ട്രെയിൻ അധികം ചെയ്യുന്നുമില്ല. ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഒരു സമയം മാത്രമേ ഉള്ളൂ. പേഴ്സണൽ റീഡിംഗ് ഒക്കെ പരമാവധി വോയിസ് കുറച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി ഹീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. മേ ബി എനർജി റിലേറ്റഡ് ഇൻഫെക്ഷൻ ആയിരിക്കാം എന്ന് തോന്നുന്നു. മെഡിക്കൽ റിലേറ്റഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ. പിന്നെ വേറെ എന്താണ് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായി റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ? കാരണം നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ എനർജി എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അങ്ങ് ന്യൂട്രലായിട്ട് എടുത്തങ്ങ് വിട്ട് കളയുക. ഓക്കെ? ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണും. ഓക്കെ? റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ, ആദ്യമായി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തുദ്ദേശിച്ചാണ് അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത് എന്നൊന്ന് പറഞ്ഞു തരൂ. എന്തുദ്ദേശിച്ചാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ തുടരുന്നത് എന്നും കൂടി പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? ഇൻറ്റൻഷൻ എന്താണ് ഈ റിലേഷനിൽ വരുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ്? ഉദ്ദേശം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്? എടുക്കട്ടെ. നമസ്കാരം. 2 of Pentacles, 5 of Pentacles, Queen of Wands, 3 of Pentacles, Devil, 7 of Cups, 10 of Pentacles, Queen of Pentacles, Page of Swords, 5 of Swords, King of Pentacles, Chariot. ക്ലാരിഫൈ ചെയ്തിട്ടേ നമുക്ക് ബാക്കി പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. ക്ലാരിഫൈ 2 of Pentacles. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഉദ്ദേശം 2 of Pentacles വെച്ചിട്ട് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. Queen of Pentacles and King of Pentacles. ഓക്കെ, ഉദ്ദേശം നിങ്ങളെ അവരുടെ സ്പൗസ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ സ്വതേ ഇത്തിരി കൺഫ്യൂഷൻസ് ലൈഫിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും കുറച്ച് കൺഫ്യൂഷൻസ് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതായത് ഒരു തീരുമാനം എടുക്കാനൊക്കെ ഇവർക്ക് ഒരു സഹായം കൂടിയേ തീരൂ. ഓക്കെ? അപ്പോൾ നിങ്ങളായിരിക്കും അവരെ എപ്പോഴും ആ ഡിസിഷൻസ് എടുക്കാനും. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലൈഫിൽ കേട്ടോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ. സിറ്റുവേഷനിൽ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളാണ് അവർക്ക് വഴികാട്ടിയായിട്ട് എപ്പോഴും എന്നും എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തുണ, അവരുടെ പാർട്ട്ണറായിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ എന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ അത് തന്നെയാണ്. നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായി അവരുടെ കൂടെ കൂട്ടണം എന്ന് തന്നെയാണ് ആദ്യത്തെ സെറ്റ് കാർഡിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. ഓക്കെ, നിങ്ങൾ ക്ലാരിഫൈ 5 of Pentacles. നിങ്ങൾക്കൊരു ലാഗ് തോന്നുന്നുണ്ടാവും അല്ലേ? എന്ന് മൈൻഡ് കുറച്ചൊരു ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നു. ക്ലാരിഫൈ 5 of Pentacles. ക്ലാരിഫൈ 5 of Pentacles.
ഈ ഗ്രൂപ്പുകാരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇത് ഓരോ സെറ്റ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. ആ രീതിയിൽ എടുത്ത് കേൾക്കുക കേട്ടോ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് കാർഡ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമായിരിക്കും. എന്നാൽ ഓരോ സെറ്റ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. 5 of Pentacles, 9 of Pentacles, Ace of Cups. അതായത് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ പോലും വകവയ്ക്കാതെയാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ സ്നേഹം സത്യമാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ ഒപ്പം കൂടിയത് നിങ്ങൾ ഫൈനാൻഷ്യൽ ഹെൽപ്പും ഇവർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് ഫൈനാൻഷ്യൽ ഹെൽപ്പും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹത്തോടൊപ്പം തന്നെ നന്ദിയുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ എന്നും അവർക്കൊരു നല്ല കാലം വരുമ്പോൾ, ഭാവിയിലൊരു നല്ല കാലം അവർക്ക് വരുമല്ലോ, വരുമ്പോൾ നിങ്ങളുടെ ആ സ്നേഹം അപ്പോഴും അവർക്ക് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒന്നുമില്ലാതിരുന്നപ്പോഴും നിങ്ങളവരെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അവർ ജീവിതത്തിൽ മെച്ചപ്പെടുമ്പോൾ, ജോലിയൊക്കെ ശരിയായി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയൊക്കെ മാറി അവർ നല്ല രീതിയിൽ വരുമ്പോൾ അവിടെയും നിങ്ങളുടെ സ്നേഹം എന്നും അവർക്ക് വേണം എന്ന് തന്നെ അവരാഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത് ഇപ്പോഴും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. അടുത്ത ഗ്രൂപ്പുകാരാണേ. നോക്കും 7 of Pentacles and the Star. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ജോലി സംബന്ധമായിട്ടായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങളെ പ്രതി അവർക്ക് ഹൈലി റെസ്പെക്റ്റാണ്, സ്നേഹമാണ്. നിങ്ങളുടെ മുഖമാകട്ടെ, പെരുമാറ്റമാകട്ടെ, നിങ്ങൾ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതിയാവട്ടെ, നിങ്ങളുടെ ജോലിയിലുള്ള കഴിവാകട്ടെ, എല്ലാം ഇവരെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെ അവരുടെ കൂടെ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ജോലിയിലായാലും ലൈഫിലായാലും ഉന്നമനം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ കാണാനും നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾ ആകെ മൊത്തം നിങ്ങൾ ആകർഷണം ഉണ്ട് ഇവർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെന്നും ആ ലക്ക് ആയിട്ട് നിങ്ങളെന്നും അവരുടെ കൂടെ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളവരുടെ ഒരു ലക്കി ചാമാണ്, നിങ്ങൾ അവരുടെ ഭാഗ്യ നക്ഷത്രമാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ കൈവിട്ട് കളയാനൊന്നും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ കൂടെ വേണമെന്ന് തന്നെയാണ് അവരുടെ ഇൻറ്റൻഷൻ കേട്ടോ. ക്ലാരിഫൈ 3 of Pentacles, ക്ലാരിഫൈ 3 of Pentacles, ക്ലാരിഫൈ 3 of Pentacles. Six of Cups, 6 of Wands. നിങ്ങൾ എന്താ ലോങ് ടേം ആയിട്ട് ഫ്രണ്ട്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഗ്രൂപ്പുകാർ, അടുത്ത ഗ്രൂപ്പുകാർ നിങ്ങൾ ലോങ് ടേം ആയിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. ഒന്നുകിൽ റിലേറ്റീവ്സ് ആയിരിക്കാം. ലോങ് ടൈമായിട്ട് നിങ്ങൾ തമ്മിൽ അറിയാം. നൊസ്റ്റാൾജിക്കായിട്ട് ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരായിരിക്കാം, ഒരുമിച്ച് പഠിച്ചിരുന്നവരായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓർത്തത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഒരുപാട് കാലമായിട്ട് സ്കൂൾ കോളേജ് ടൈം മുതലൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഉള്ള ആൾക്കാരായിരിക്കാം. അവിടെ വെച്ച് പിരിഞ്ഞു പോയതായിരിക്കും. പിന്നെ പക്ഷെ ഓർമ്മകൾ എപ്പോഴും ഉണ്ട് അവരുടെ. അങ്ങനെ നൊസ്റ്റാൾജിക്കായിട്ട് ഇവരെ പറ്റി ഓർക്കാറുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ വേണം, നിങ്ങളെ കാണണം, സംസാരിക്കണം, ഓർമ്മകളായി വറക്കണം എന്നൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ഒരു ഏറ്റവും അടുത്ത ഒരു വേണ്ടപ്പെട്ട ഒരാളായിട്ട് എന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നെസസറിലി നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആയിരിക്കാം കേട്ടോ. റൊമാൻറ്റിക് പാർട്ട്ണർ തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അവിടെ. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. Clarify the devil, clarify the devil, clarify the devil.
പേജ് ഓഫ് പെൻഡക്കിൾസ്, ലവേഴ്സ്. ഇവിടെ എന്ത് കാണുന്നോ ഞാൻ അതുപോലെ പറയും കേട്ടോ. അത് കേട്ടിട്ട് ഇതാവരുത്, ഉടനെ റിയാക്റ്റ് ചെയ്യരുത്. എല്ലാം എല്ലാ പേർക്കും ഉള്ളതല്ല. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതുപോലെ മാത്രം എടുക്കുക കേട്ടോ. എല്ലാ കാർഡും എല്ലാ പേർക്കും ഉള്ളതല്ല, ഞാൻ വീണ്ടും പറയുകയാണ്. അതായത് നിങ്ങൾ ചാറ്റിംഗ് വഴി, ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ടവരാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സാപ്പ്, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കൂടുതലായിട്ടും ഒരു ഫിസിക്കൽ തലത്തിൽ നിൽക്കുന്ന ഒരു കണക്ഷനാണ്. ഒരു പക്ഷേ വൺ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിൽ സ്നേഹം ഉണ്ടായിരിക്കും. ലൈക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് കൂടുതലായിട്ടും കാണുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങോട്ട് സ്നേഹമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് കൂടുതലായിട്ടും ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. കാരണം ലവേഴ്സും ഡെവിളും വരുമ്പോൾ അവിടെ ഒരു ലസ്റ്റ്, ഫിസിക്കൽ അട്രാക്ഷൻ, അഡിക്ഷൻ അങ്ങനെയൊക്കെയാണ് കാണുക. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഓൺലൈൻ ചാറ്റിംഗ് വഴി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കണക്റ്റഡായി, ലൈക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കണക്റ്റഡായി അവിടെ ഒരു റിലേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. ജസ്റ്റിസ് ഈ ഗ്രൂപ്പുകാർ, അതായത് ലവേഴ്സും ഡെവിളും വന്ന ഗ്രൂപ്പുകാർ, അതൊരു കാഷ്വൽ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ, അല്ലെങ്കിൽ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. ഓക്കെ, അതൊരു എന്താ പറയുക, ടോട്ടലി തെറ്റായിട്ടൊരു റിലേഷൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം രണ്ടുപേർക്കും സമ്മതത്തോടെ തന്നെയാണ് നിങ്ങൾ റിലേഷനിൽ വന്നിരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഫർദർ ആക്ഷൻ, ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. അടുത്ത ഗ്രൂപ്പുകാർക്ക് ക്ലാരിഫൈ ജസ്റ്റിസ്. ത്രീ ഓഫ് വാൻഡ്സ് ആൻഡ് ടെമ്പറൻസ്. ഓക്കെ, അവിടെ മിക്കവാറും ഒരു കേസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കുമേ. ഒന്നുകിൽ ഇത് നിങ്ങളുടെ സ്പൗസാണ്. ഓക്കെ, നിങ്ങളുടെ സ്പൗസായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ സെപ്പറേറ്റഡ് ആയിരിക്കും, കേസ് നടക്കുന്നുണ്ടായിരിക്കും, സെപ്പറേഷൻ കേസ് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം, റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് സെപ്പറേഷൻ വേണ്ട എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സ്പൗസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അവർക്ക് സംസാരിച്ച് കാര്യങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാം, സംസാരിച്ച് ശരിയാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ല കാര്യം, ആക്ഷൻ എടുക്കട്ടെ, അവിടെ സംസാരിക്കട്ടെ, സംസാരിച്ച് കാര്യങ്ങൾ ഒരു ബാലൻസിൽ എത്തട്ടെ, രമ്യതയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്, ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ഇത് ഓരോ സെറ്റ് കാർഡ്സ് ഓരോരുത്തർക്കുള്ളതായിരിക്കും, പല പല എനർജീസാണ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ഹാൻഡ്മാൻ, സോറി, Four of Pentacles, Hanged Man and Four of Pentacles. Hanged Man and Four of Pentacles പറയുമ്പോൾ അവരുടെ ചിന്തകളിൽ തന്നെ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണ്. ഈ ഗ്രൂപ്പുകാർ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് താനും. ഇവർക്ക് ചിന്തകൾ നിർത്താൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ, പറഞ്ഞാൽ തെറ്റായി പോകുമോ,
പറഞ്ഞില്ലേൽ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, പറയാൻ സാധിക്കുന്നില്ല. ആ സിറ്റുവേഷനിൽ ഹാങ്ഡായിട്ട് അവർ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് ആണ് കാണുന്നത്. അവരുടെ സ്നേഹം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇത് നെക്സ്റ്റ് ആക്ഷൻ നോക്കിയാലേ അറിയൂ, ഇവർ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ. അവർ സമയം മാറി വരട്ടെ, നിങ്ങൾ തനിയെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കും തന്നെയാണ് കാണുന്നത്. പറയാൻ ധൈര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് നാച്ചുറലായിട്ട് നിങ്ങൾ അറിയട്ടെ, ഓർഗാനിക്കായിട്ട് നിങ്ങൾ അറിയട്ടെ എന്നുള്ള രീതിയിൽ അവർ മിണ്ടാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓപ്പണായിട്ട് വായുകൊണ്ട് തുറന്ന് പറയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. ബാക്കി എല്ലാ സെറ്റിലും തന്നെ ഏകദേശം നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ ഈ പർട്ടിക്കുലർ കേസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. ക്ലാരിഫൈ 10 of Pentacles, clarify 10 of Pentacles, clarify 10 of Pentacles, clarify 10 of Pentacles, Queen of Wands, 6 of Pentacles. ഇത് നിങ്ങളുടെ സ്പൗസ് തന്നെയാണ് കേട്ടോ, സ്പൗസ് തന്നെയാണ്. ഇവർ ക്വീൻ ഓഫ് വോൺസ് വെച്ച് നിങ്ങൾ രണ്ടുപേരും തന്നെ വർക്കിംഗ് ആയിരിക്കണം. രണ്ടുപേരും തന്നെ കുടുംബത്തിന് വേണ്ടി ഈക്വലായിട്ട് വർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. പരസ്പര സ്നേഹത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ങും തണലുമായിട്ട് രണ്ടുപേരും തന്നെ ഫാമിലിയെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളാവട്ടെ പാരൻസ് ആവട്ടെ എല്ലാവരുടെയും കാര്യം നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഒന്നിച്ച് നോക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പൗസ് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ലൈവിൻ്റെ കാര്യം. ലൈവ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, ബാക്കിൽ ഡ്രില്ലിങ്ങിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാണ്. വീട്ടിലൊരു റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അടിക്കലും പൊളിക്കലും ഡ്രില്ലിങ്ങും ആൾക്കാരുടെ ശബ്ദവും എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ലൈവ് കണക്റ്റ് ആവാത്തത് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഈ അസുഖം വിട്ടുമാറാൻ നിൽക്കുന്ന പൊടി ഡസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഒരാഴ്ച കൂടി ഉണ്ടാവും തോന്നുന്നുണ്ട് വർക്ക്, കുറച്ച് വലിയ വർക്കാണ് നടക്കുന്നത് കേട്ടോ. ഈ ഡ്രില്ലിങ്ങിൻ്റെ നോയ്സ് തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ അത് മാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് നടക്കില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡിങ് കണ്ടിന്യൂ ചെയ്യുന്നത്. ക്ലാരിഫൈ Queen of Pentacles, clarify Queen of Pentacles. Why is Queen of Pentacles here? The World. Okay, Ace of Pentacles. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ടൊക്കെ ദൂരദേശത്തായിരിക്കണം, നിങ്ങളിൽ നിന്നും വിട്ട് നിൽക്കണം. ഒന്നുകിൽ അബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ദൂരെയായിട്ടായിരിക്കും ഇവർ ജോലി ചെയ്യുന്നുണ്ടാവുക. അവർക്ക് തൽക്കാലം എന്താ പറയുക, ഫൈനാൻസസിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാകും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അവർ സേവിങ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പക്ഷേ ഇവരാഗ്രഹിക്കുന്നത് തീർച്ചയായും ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതിന് ശേഷം നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങളുമായൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇവരുടെയും ഇൻറ്റൻഷൻ നിങ്ങളുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെയും കൂടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർ ജോലിയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. കാരണം പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല അല്ലേ. അപ്പോൾ അതിനും കൂടി വേണ്ടി, നിങ്ങൾക്കും കൂടി വേണ്ടി സേവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെ നല്ല ഇൻറ്റൻഷൻ തന്നെയാണ്. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. ഇതുവരെ കണ്ടതിൽ ആ ഒരു ഗ്രൂപ്പുകാർ മാത്രമാണ് ലൈക്ക് പ്യോർലി ഫിസിക്കൽ എന്നുള്ള രീതിയിൽ കണക്റ്റ് ആയിട്ടുള്ളതായിട്ട് കാണുന്നത്. ബാക്കി എല്ലാം മെൻ്റലി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഇതുവരെയും കണ്ടത് കേട്ടോ. 10 of Cups and the Moon. ഓക്കെ, ഇവിടെ തടസ്സം നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയാണ്. കാരണം അവർ സ്റ്റുഡൻ്റാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് നാച്ചുറലായിട്ട് തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് നാച്ചുറലി ഫാമിലി പറയും അല്ലേ. അതുകൊണ്ട് അവിടെ ഒരു തൽക്കാലം നിങ്ങളുടെ ഇടയിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളെല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് നിങ്ങൾ അവർ വരുമ്പോഴേക്കും നിങ്ങൾ വിട്ടു പോകുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ അവർക്കുണ്ട്, പേടി തോന്നുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ, ജോലിയൊക്കെ ആയാലും ഇവർ വരുമോ? നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് നടക്കുമെന്ന് തന്നെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇവർ ഭാവിയിൽ ജോലിയൊക്കെ ആയിട്ട് നിങ്ങളെ വന്ന് കൂടെ കൂട്ടും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത് കേട്ടോ. അവർക്ക് ഇൻറ്റൻഷൻസ് നല്ലത് തന്നെയാണ്, നിങ്ങളെ കളഞ്ഞിട്ട് പോകാനൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഫാമിലിക്ക് വേണ്ടി ഫാമിലിയുടെ കാര്യങ്ങൾ കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രം. കാരണം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഉറച്ചൊരു തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ. ആ രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 5 of swords. Clarify 5 of swords. Clarify 5 of swords. Eight of Pentacles. Page of Cups. അവിടെയും ജോലിയൊക്കെ ആയിരുന്നു, ഫൈനാൻസസ് ആയിരുന്നു അവരുടെ തടസ്സമെങ്കിൽ ഫൈനാൻഷ്യലി ടോട്ടലി അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ ജോലി തിരക്കുകളായിരിക്കും, നിങ്ങളെ വേണ്ടത്ര കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. കാരണം ജോലിയിൽ അത്രയ്ക്ക് തിരക്കാണ്, രാവും പകലും ഇല്ലാത്ത പണി എന്നുള്ള രീതിയിൽ ജോലിയിൽ വല്ലാത്ത സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. എക്സോസ്റ്റഡ് ആയി പോകുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും എക്സോസ്റ്റഡ് ആയി പോകുന്നു. ഇപ്പം നിങ്ങളുടെ അടുത്ത് പഴയതുപോലെ സംസാരിക്കാനൊന്നും അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്കൊരു ബോധറേഷനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, സ്നേഹമായി സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ്. ഇവിടെ നിങ്ങളെ ചതിക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ ഒന്നും അവരുടെ ഭാഗത്തു നിന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും അവിടെയും കൂടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കട്ടെ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ജോലി തിരക്ക് മനസ്സിലായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? എംപ്രസ്, നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണ്. ഓക്കെ, നിങ്ങളെ കളഞ്ഞിട്ട് പോകാനൊന്നും ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവർ നിങ്ങളെ കൂടെ കൂട്ടാൻ വരും, കാരണം അവരുടെ കുട്ടികളുടെ അമ്മ അച്ഛൻ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷനിൽ വരും. ഇപ്പോൾ അവർ ജോലിയുടെ തിരക്കിലാണ്, അതിന് അവർക്ക് ഒന്ന് സെറ്റിൽ ആവാനൊരു സമയം കൊടുക്കുക. അവർ ആ തിരക്കുകൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും പഴയതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റിൽ വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ വീണ്ടും റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ചാരിയറ്റ് ആൻഡ് ഡെത്ത് ആൻഡ് റീബർത്ത്. ഓക്കെ, ഇവിടെ രണ്ട് സിനാറിയോ ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവർ നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തി കാണും, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഈ ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏജ് ഗ്യാപ്പും ആയിരിക്കാം. ഓക്കെ, ഈ ഡിഫറൻസസ് എല്ലാം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നവിടെ ഇവർ നിങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞു കാണില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ഫീലിംഗ് എന്താണെന്നുള്ളതിനെ പറ്റി അവർക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ അടുത്ത് അറിയിക്കാം, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആവാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഒന്നുകിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു തീരുമാനം അറിയിക്കും. അതായത് ഇത്ര സമയം വരെ വെയിറ്റ് ചെയ്യൂ, വീട്ടിലാണ് പ്രശ്നമെങ്കിൽ അത് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓക്കെ, എന്തായാലും ഒരു തീരുമാനം അവർ നിങ്ങളെ അറിയിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, തടസ്സങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ചാരിയറ്റ് ആയിരുന്നു. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. 3 of Wands, Knight of Cups. ഇവിടെയും അതെ, ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അവരൊരു തീരുമാനം അറിയിച്ചാണില്ല, വെയിറ്റ് ചെയ്യൂ എന്ന് പറയണ്ടാവും. ഓക്കെ, ആ ഒരു തീരുമാനം പറയുമ്പോൾ ഇവർ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവുകയാണ്, മനസ്സിലായില്ലേ? ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കേട്ടോ.
അവിടെ അവർ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു മാപ്പപേക്ഷയൊക്കെ ആയിട്ട് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്, വരാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനം, ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതൊരു ഉറച്ച തീരുമാനമാണ്, തീരുമാനത്തിന് പിന്നെ മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്ത് തന്നെ ആവട്ടെ, അവിടെ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കി ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. പേഴ്സണൽ റീഡിങ് വേണ്ടവർ ദയവായി നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നാളെ ഒരു ദിവസം ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്, ഇതൊന്ന് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് കൊടുത്തു നോക്കട്ടെ, എന്നാലെങ്കിലും അത് ശരിയാവുമോ എന്നുള്ളത്. ഒന്ന് കംപ്ലീറ്റ് റിക്കവറി അത്യാവശ്യമാണ്, ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നാളത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല, മറ്റന്നാൾ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.